നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ മോശം ഫോമിൽ തുടരുന്ന ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന താരങ്ങളാണ് രാഹുൽ കെ.പിയും ദാനിഷ് ഫറൂഖും. കഴിഞ്ഞ 2 സീസണുകളായി വളരെ മോശം ഫോമിൽ തുടരുന്ന രാഹുൽ കെ.പിയുടെ ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള ഭാവിയിൽ ഇപ്പോഴും സംശയം തുടരുമ്പോൾ ദാനിഷ് ഫറൂഖിന്റെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള 1.5 സീസൺ അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ ആഗ്രഹിച്ച ഒരു വലിയ ഇമ്പാക്ട് താരത്തിനുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോരാത്തതിന് ഓൺ മിസ്റ്റേക്സിന്റെ ഘോഷയാത്രയാണ് താരത്തിൽ നിന്നും അധികവും ഉണ്ടാകുന്നത്. എന്തായാലും രാഹുൽ കെ.പിയുടെ കരാർ 2025 മെയ്യിൽ അവസാനിക്കുമ്പോൾ ദാനിഷ് ഫറൂഖിന്റെ കരാർ 2026 മെയ്യിലാണ് അവസാനിക്കുക. നിലവിൽ പുതിയ പരിശീലകൻ മിക്കീൽ സ്റ്റാറയുടെ പ്ലേയിങ് സ്റ്റൈലിൽ ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറിന്റെ ചുറ്റിപ്പറ്റിയതായതുകൊണ്ട് തന്നെ നിലവിൽ മികച്ച കളി കാഴ്ചവെക്കുന്ന ബിബിൻ, അസ്ഹർ, ജീക്സൺ, ഫ്രെഡി എന്നീ താരങ്ങളും അവൈലബിൾ ആകുമ്പോൾ ദാനിഷിന്റെ 2 വർഷ കരാർ ബാക്കിയാണെങ്കിലും ഒഴിവാക്കാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതി. പോരാത്തതിന് താരത്തെ സ്വന്തമാക്കാൻ ചെന്നൈയിൻ FC രംഗത്തുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് അധികം വൈകാതെ തന്നെ അറിയാൻ കഴിയും. രാഹുൽ കെ.പി നിലവിൽ ബംഗളൂരു FC-യും ചെന്നൈയിൻ FC-യും സ്വന്തമാക്കാൻ രംഗത്തുണ്ട്. പുതിയ ആശാന്റെ ശൈലി വെച്ച് എത്ര വലിയ താരമായാലും നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ ബെഞ്ചിലായിരിക്കും സ്ഥാനം. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങിലാണെങ്കിൽ മികച്ച താരങ്ങളെ കൊണ്ടുള്ള തിരക്കാണ്. പോരാത്തതിന് ലോൺ കഴിഞ്ഞു വരുന്ന ബികാസ് സിംഗും പുതിയ സൈനിങ് ആയ ലാൽ തന്മാവിയയും വരുമ്പോൾ രാഹുലിന് നിലവിലെ ഫോം വെച്ച് സ്ഥാനം കിട്ടാൻ ബുദ്ധിമുട്ടാകും. എന്തായാലും തന്റെ കഴിവ് മുമ്പേ തെളിയിച്ച താരമായതുകൊണ്ട് തന്നെ രാഹുൽ കെ.പിക്ക് ഒരു സീസൺ കൂടെ ബ്ലാസ്റ്റേഴ്സിൽ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും അധികം വൈകാതെ തന്നെ കാര്യങ്ങളുടെ തീരുമാനങ്ങൾ അറിയാൻ കഴിയും. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.